പെൺകുട്ടി ആയതുകൊണ്ട് ഇവൾ അത്രയൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു തോട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഹൃതമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കോട്ടൺ ഹില്ലിലെ ടീച്ചേഴ്സ് നിങ്ങളെല്ലാവരും പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നല്ല, നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിൽ എത്തണം, ഏറ്റവും കൂടിയ മാർക്ക് വാങ്ങിക്കണം, നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ചിന്ത, ആ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റാണ് ആ ടീച്ചർമാർ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പുസ്തകങ്ങൾ അന്നും ഇന്നും എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ വായിക്കണം, വായിച്ചു വളരണം എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് ചെറുപ്പകാലം തൊട്ട്. ഈ പറഞ്ഞ കോൺഫിഡൻസ് അവിടെ വലിയ സഹായമായിട്ടുണ്ടാവും. കോൺഫിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധാരാളം ചോദ്യങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാന്നുള്ള ആൻസർ പറയേണ്ടി വന്നു എന്നാണ്. കഴിവുള്ള എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു. കിട്ടിയവരെല്ലാവരും അതിബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞാൽ അത് ശരിയുമല്ല ഒട്ടും. അപ്പോൾ ധാരാളം കഴിവുള്ളവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഈ ജോലിയുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മിത്തുണ്ട്. കാരണം ഒരു എൻട്രി ഓഫ് DC ഇപ്പോൾ ഒത്തിരി ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ. ഒരു ഓഫീസർ നടന്നു വരുന്നു, അതൊരു വലിയ കാറിനകത്ത് ഒരാൾ തുറന്നു കൊടുക്കുന്നു, വേറെ ആൾക്കാരെല്ലാം കൂടി അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് എക്സ്റ്റേണാലിറ്റി, വെറുതെ പുറത്ത് കാണുന്ന ഒരു മിഥ്യാലോകമാണിത്. IAS ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളിയേറിയ പോസ്റ്റും അതേപോലെ തന്നെ ഏറ്റവും സന്തോഷം നൽകിയ പോസ്റ്റും ഏതായിരുന്നു? വെല്ലുവിളി ഇല്ലാത്തൊരു പോസ്റ്റ് ഇല്ല. വെല്ലുവിളി ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ വെല്ലുവിളി ഇല്ലാത്തൊരു കസേരയാണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരെ, അതിനകത്തൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലല്ലോ. പിന്നീട് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് എത്രയോ ഇലക്ഷനുകൾ നടത്തി. പക്ഷേ മറക്കാനാവാത്ത ഒരു ഇലക്ഷൻ അതാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അനീതി ചെയ്യുകയോ നടപ്പിലാക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ആരും ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഒരു IAS ഓഫീസറുടെ കേസിൽ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല. ആ പോസ്റ്റിൽ നിന്ന് ചിലപ്പോൾ മാറ്റുമായിരിക്കും. ഞാനും എൻ്റെ തലമുറയിലെ ഒരുപാട് പെൺകുട്ടികളും ഏറെ ആരാധനയോടെ കണ്ട വ്യക്തിയാണ് താങ്കൾ. അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വളരെ നന്ദി. പറഞ്ഞ ഇത്രയ്ക്കൊക്കെ ഞാൻ ഡിസർവിങ് ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷം. താങ്ക് യു. ശാസ്ത്രജ്ഞ ആവാനായിരുന്നു ആഗ്രഹം. പിന്നീട് അധ്യാപികയാവുന്നു. അത് കഴിഞ്ഞ് സിവിൽ സർവീസിലെത്തുന്നു. സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തെത്തുന്നു. ചീഫ് സെക്രട്ടറി ആവുന്ന 4ാമത്തെ വനിത. ആ യാത്രയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 10th മുതൽ PG വരെ താങ്കൾ റേങ്കോടെയാണ് പഠിച്ചതെന്ന്. പഠിത്തം എനിക്കൊരു ഹരമായിരുന്നു. സാധാരണ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. എനിക്ക് പിന്നെ ഇത് മാത്രമാണ് എനിക്ക് കഴിവെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് ആരും എന്നോട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പുസ്തകങ്ങൾ അന്നും ഇന്നും എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ വായിക്കണം, വായിച്ചു വളരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെറുപ്പകാലം തൊട്ട്. അത് 2 കാര്യങ്ങൾ കൊണ്ടാകാം അങ്ങനെ വന്നത്. ഒന്ന്, വീട്ടിലെ അന്തരീക്ഷം. 2, ഞാൻ പഠിച്ച സ്കൂളും കോളേജും. കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പഠിത്തത്തിനൊരു പൂർണ്ണത വരുള്ളൂ. വീട്ടിൽ അച്ഛൻ അധ്യാപകനാണ്, കോളേജിലെ മാത്സ് പ്രൊഫസറായിരുന്നു. അമ്മ അന്നത്തെ ഗ്രാജുവേറ്റ് ആയിരുന്നെങ്കിലും ജോലിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ കുട്ടികളെ പഠിച്ച് അവർ ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു തോട്ട് കൊച്ചിലേ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നീട്. കാരണം അങ്ങനെ ഒരു ചിന്തയിൽ പെൺകുട്ടി ആയതുകൊണ്ട് ഇവൾ അത്രയൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു തോട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഹൃതമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളും. മോഡൽ സ്കൂളിലാണ് നഴ്സറി പഠിച്ചത്. പിന്നീട് കോട്ടൺ ഹിൽ നഴ്സറിയിലും കുറച്ച് ദിവസം പഠിച്ചു. പിന്നെ 1 തൊട്ട് 4 വരെ ശിശുവിഹാർ LPSലായിരുന്നു. അന്ന് 4ാം ക്ലാസ് വരെ ഉള്ളൂ ശിശുവിഹാറിൽ. 5ാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹില്ലായിരുന്നു. കോട്ടൺ ഹില്ല് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സിംഗിൾ സെക്സ് സ്കൂളാണ്. പക്ഷെ അവിടെ ഇത്രയും അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി നമ്മൾ എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യമാണ്. കാരണം
ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അന്ന് പെൺകുട്ടികൾക്ക് പഠിത്തം കഴിഞ്ഞാൽ ഒരു വിവാഹം, ഒരു ജോലി എന്ന് പറയുന്നത് ആയിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കുടുംബിനിയാകുക, നല്ലൊരു കുടുംബിനിയാകുക, അങ്ങനത്തെയാണല്ലോ വീടുകളിലൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ കോട്ടൺ ഹില്ലിലെ ടീച്ചേഴ്സ് നിങ്ങളെല്ലാവരും പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നല്ല, നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിൽ എത്തണം, ഏറ്റവും കൂടിയ മാർക്ക് വാങ്ങിക്കണം, നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ചിന്ത, ആ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റാണ് ആ ടീച്ചർമാർ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതും എനിക്ക് വലിയൊരു പ്രചോദനമായി എന്ന് പറയാം. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് വിമൻസ് കോളേജിലാണ്. അതും സ്ത്രീകൾ മാത്രമുള്ള, പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ ഈ കരിയർ പാത്തിൻ്റെ അന്നത്തെയൊക്കെ ഈ എൻട്രൻസ് ഇല്ല. പ്രീ ഡിഗ്രിക്ക് നമ്മൾ ഏത് ഗ്രൂപ്പ് എടുക്കുന്നോ അതനുസരിച്ചാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് ഫില്ല് ചെയ്ത് ഇട്ടു. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ ഇവൾക്കൊരു പ്രൊഫഷൻ വേണമെന്ന് തോന്നിയിരുന്നു, ഡോക്ടറായ കൊള്ളാമെന്ന് തോന്നിയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്നിട്ട് അതിൽ സെക്കൻഡ് ഗ്രൂപ്പിന് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ ഫില്ല് ചെയ്തിടാന്ന് പറഞ്ഞു. നിർബന്ധിച്ചൊന്നുമില്ല, പക്ഷെ അത് ഫില്ല് ചെയ്തിട്ടു. ഇട്ടിട്ട് പക്ഷേ അച്ഛനോടൊപ്പം തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ കോളേജിൽ പോയി. അന്നത്തെ പ്രിൻസിപ്പൽ, അവരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എസ്തർ ഹെലിഗ്വ എന്ന് പറഞ്ഞ ഒരു ജൂയിഷ് ലേഡിയായിരുന്നു അവിടെ. ഇത്രയും നല്ലൊരു അധ്യാപികയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അച്ഛനോട് കൂടെ ചെന്നപ്പോൾ ചോദിച്ചു, അച്ഛനെപ്പോലെ മാത്സ് പഠിക്കാനാണോ താല്പര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മെഡിസിൻ വേണ്ടാന്ന് തീരുമാനിച്ചു അല്ലേ? വേണ്ടാന്ന് തീരുമാനിച്ചു എന്ന് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞു. ഏത് ധൈര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മണ്ടൻ ഉത്തരമായിരുന്നില്ലേ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്നും ആലോചിച്ചിട്ടല്ല പറയുന്നത്. അന്നത്തെ ഇതിലൊരു കരിയർ കൗൺസിലിംഗ് ഇല്ല, ഇന്നത് പഠിച്ചാൽ ഇന്ന എവിടെയൊക്കെ ചെന്ന് എത്താം എന്നുള്ള അങ്ങനെ ഒരു വലിയൊരു ഡ്രീമോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് പഠിച്ചൊരു ജോലി വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും കെമിസ്ട്രിയിൽ നല്ലൊരു താല്പര്യം വന്നു. അങ്ങനെ ആ വർഷം അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ സയൻസ് ടാലന്റ് സ്കോളർഷിപ്പ് കിട്ടി. അപ്പോഴേക്കും ഈ ശാസ്ത്രജ്ഞന്മാരെ പറ്റി വായിച്ച് തല വേറൊരു ഡയറക്ഷനിലോട്ട് പോയി തുടങ്ങി. എനിക്കും ഈ ഒരു ശാസ്ത്രജ്ഞ ആവണം, എന്തെങ്കിലും ഒറിജിനലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഈ ജർമ്മൻ നോബൽ പ്രൈസ് വിന്നേഴ്സ് ഇൻ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു പ്രൈസ് എനിക്കപ്പോൾ കിട്ടിയായിരുന്നു, ഒരു ബുക്ക്. കാരണം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മൻ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ധാരാളം ശാസ്ത്രജ്ഞന്മാർ ജർമ്മൻ നേറ്റീവ് നാഷണാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ അവരെ പറ്റിയുള്ള കഥകളെല്ലാം അതിനകത്ത് ഇങ്ങനെ വായിച്ച് ധാരാളം പ്രാവശ്യം വായിച്ച് ഇങ്ങനെ ഇതുപോലെയൊക്കെ എനിക്ക് ആരെങ്കിലും പോലെ ആയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു ആഗ്രഹം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി BSc ആണ് അവിടെ എടുത്തത്. കെമിസ്ട്രി BSc കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് MScക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി. അതാണ് ആദ്യമായിട്ട് ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് പഠിക്കാൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും, പെർസെപ്റ്റബിളായിട്ടൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാകും. പക്ഷെ എന്തെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ക്ലാസ് വളരെ കുഞ്ഞു ക്ലാസ്സായിരുന്നു. അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്, പക്ഷെ പെൺകുട്ടികൾ കുറച്ചുകൂടെ ഔട്ട് നമ്പർ ചെയ്തിരുന്നു എന്ന് തോന്നി. അന്ന് സിവിൽ സർവീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് ഡിസംബർ മാസത്തിലാണ്. എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണെന്ന് വരുന്നത്. ഇന്നത്തെ പോലെ പബ്ലിസിറ്റി ഒന്നുമില്ല. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന കണക്കനുസരിച്ച് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അപേക്ഷിച്ച് മെയ് മാസം ആയപ്പോഴേക്കും എൻ്റെ MSc എക്സാം ലാസ്റ്റ് പ്രാക്ടിക്കലും കഴിഞ്ഞു. ലാസ്റ്റ് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരു മാസമുണ്ട്. ജൂൺ 8 പ്രിലിംസ് എക്സാം. എനിക്ക് ഇന്നും ആ തീയതി ഓർമ്മയുണ്ട്, കാരണം ജസ്റ്റ് ഒരു മാസം. പക്ഷെ അന്നത്തെ പ്രിലിംസ് ഇന്നത്തെ പോലെയല്ല. ഒരു വിഷയം, ഐച്ഛികമായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, പക്ഷെ ഒരു വിഷയം എഴുതണം, വിഷയത്തിലുള്ളത് എഴുതണം. പിന്നെ ജനറൽ സ്റ്റഡീസാണ്. അപ്പോൾ എനിക്ക് കെമിസ്ട്രി ഇത്രയധികം ആഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി പഠിച്ചൊരു വിഷയമായത് കാരണം അതിൽ ഞാൻ കൂടുതൽ പഠിച്ചില്ല. ആ സമയം കൂടുതൽ ശ്രദ്ധിച്ചത് ജനറൽ സ്റ്റഡീസിലായിരുന്നു. അങ്ങനെ പഠിച്ച് ആ പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പോഴേക്കും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം കെമിസ്ട്രിയിലൊക്കെ അധികം തെറ്റുകൂടാതെ തന്നെ, തെറ്റ് വരുത്താതെ ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഇനി അടുത്തത് എന്താണെന്നുള്ളൊരു ചോദ്യം. ജൂണിലെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇതൊന്നും നിശ്ചയമുള്ള കാര്യമല്ല. സിവിൽ സർവീസ് എക്സാം ഏറ്റവും അൺസർട്ടൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ PhDക്ക് സയൻസ് ടാലന്റ് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ PhDക്ക് അപേക്ഷ തുടങ്ങി ജൂൺ മാസം ആദ്യം. അങ്ങനെ IIT ചെന്നൈയിൽ അപേക്ഷിച്ചു. ഏറ്റവും അടുത്ത് അവിടെയാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അപേക്ഷിച്ചിട്ട് അതിനോടൊപ്പം തന്നെ സിവിൽ സർവീസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ സ്വയം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അന്നത്തെ നമ്മൾ സാധാരണ കേട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ
പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചെന്ന് പകർത്തിയെടുത്ത് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങി. അങ്ങനെ തുടങ്ങി നിൽക്കുമ്പോഴാണ് IIT ചെന്നൈയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കടലാസ് വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജൂലൈയിൽ സെലക്ഷൻ കിട്ടിയ കത്ത് ജൂലൈ അവസാനം ആകുമ്പോഴേക്കും വന്നു. അപ്പോൾ പ്രിലിംസിൻ്റെ റിസൾട്ട് ഈ കത്ത് കിട്ടുമ്പം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ പോകണം എന്ന് തന്നെ തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രിലിംസിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. ജൂലൈ അവസാനം ആയപ്പോഴേക്കും പോകുന്നതിൻ്റെ തീയതിക്ക് മുമ്പ് തന്നെ റിസൾട്ട് വന്നു. അതും ഇതുപോലെ അച്ഛൻ തമ്പാനൂർ പോയി ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വാങ്ങി, പത്രമോ ഏതോ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. അതിനകത്താണ് ഈ നമ്പേഴ്സ് വരുന്നത്. അത് നോക്കി കണ്ടുപിടിച്ച് കിട്ടി. അപ്പോൾ ഇനി ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം അവിടെ വെച്ച് എടുത്തു. കാരണം ഇനി മെയിൻസ് എക്സാമിന് നവംബർ ആകുമ്പോൾ ഇനി 4-5 മാസം കൂടെ ഉള്ളൂ. കഷ്ടിച്ച് ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടുമില്ല. അപ്പോൾ ചെന്നൈ പോയി റിസർച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്വയം പഠിത്തമാണ്. 2 പത്രങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഹിന്ദു നല്ലപോലെ വായിക്കുമായിരുന്നു, അതുപോലെ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, പിന്നെ കോമ്പറ്റീഷൻ മാസ്റ്റർ. കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ തന്നെയാണ് അന്നത്തെ ഒരു ബൈബിൾ പോലെ ഒത്തിരി ധാരാളം. ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറി മാത്രമേ മെമ്പർ ആയിരുന്നുള്ളൂ. പബ്ലിക് ലൈബ്രറിയിലും ബ്രിട്ടീഷ് ലൈബ്രറിയിലും അച്ഛൻ മെമ്പറായിരുന്നു. അപ്പോൾ ബുക്ക് കൊണ്ടുവരുന്ന ബുക്കുകളിൽ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കും. അന്ന് ഫോട്ടോ കോപ്പിയർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. അപ്പം നമ്മൾ പഠിച്ച് എന്തുമാത്രം നമ്മൾ ഗ്രഹിച്ചു വെക്കുന്നോ അത് പരീക്ഷാ ഹാളിൽ പോയി നമുക്ക് എഴുതാനുള്ള പാകത്തിന് നമ്മളുടെ തലയിൽ അത് പാകപ്പെടുത്തി കൊണ്ടുവരണം. അപ്പോൾ എക്സ്പ്ലോഷൻ ഓഫ് നോളജ് ഇല്ല, എന്തെല്ലാം പഠിക്കണം. അപ്പം കുറച്ച് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് സെപ്റ്റംബർ മാസം ഓൾ സെയിൻസ് കോളേജിൽ ജൂനിയർ ലെക്ചറർ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓഗസ്റ്റിൽ മറ്റുമാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ വന്നത്. അപേക്ഷിച്ചപ്പോൾ കിട്ടി. ജൂനിയർ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ രാവിലെ 7:30 തൊട്ട് 1 മണി വരെ 1-1:30 വരെ കോളേജിൽ പഠിപ്പിക്കും. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ളൊരു പഠനമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളിത് ഇന്നത്തെ ഈ രീതിയിലുള്ള എക്സാം ഈ രീതിയിൽ പഠിച്ചാൽ പാസ്സാവണം എന്നില്ല, പാസ്സാവില്ലായിരിക്കും മിക്കവാറും. കാരണം അത്രയധികം കോമ്പറ്റീഷനും അത്രയധികം നോളജ് എക്സ്പ്ലോഷനും പിന്നെ അതിൻ്റെ ട്രെൻഡ് തന്നെ മാറിപ്പോയി ഇപ്പം. അപ്പോൾ അന്ന് ഞങ്ങൾ പിന്നെ പരീക്ഷ എഴുതുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. കാരണം ഈ പരീക്ഷയുടെ അൺസർട്ടനിറ്റി എന്നെ ഭയപ്പെടുത്തിയിരുന്നു പലപ്പോഴും. കാരണം നമ്മളെ കഴിവ് മാത്രമല്ലല്ലോ, അന്നത്തെ ഒരു ദിവസം നമ്മുടെ ദിവസമായിരിക്കണം അല്ലേ, നമുക്കൊരു ഭാഗ്യം വേണം, ഈശ്വരാനുഗ്രഹം വേണം. അപ്പോൾ എത്രയൊക്കെ നമ്മൾ കഴിവുള്ള എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു, കിട്ടിയവരെല്ലാവരും അതിബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞാൽ അത് ശരിയുമല്ല ഒട്ടും. അപ്പോൾ ധാരാളം കഴിവുള്ളവർക്ക് കിട്ടാതെ പോകുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് ആരോടും പറയാതെയാണ് എഴുതിയത്. മാർച്ച് മാസം ആയപ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് വന്നു, കിട്ടി. ഇൻ്റർവ്യൂവിന് വിളിച്ചു. പിന്നെ പോകാനുള്ള ബന്ധപ്പാട് എന്ന് വെച്ചാൽ അന്ന് ട്രെയിനിന് ടിക്കറ്റ് പോലും കിട്ടാനില്ല. ഇന്നാണെങ്കിൽ IAS ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനും ഗൈഡൻസ് തരാനും ഒക്കെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഗവൺമെൻറ് ലെവലിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നത് മണിമേഖല എന്ന് പറഞ്ഞൊരു വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു IFS ഓഫീസറായി ആദ്യ ബാച്ചിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൻ്റെ ഏറ്റവും മേലത്തെ ഇതിൽ സ്ലീപ്പർ ബർത്തല്ലേ. അപ്പോൾ ഏറ്റവും താഴെ ഇരുന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട്, ആൾക്കാരൊക്കെ ഇരിക്കുകയല്ലേ. അപ്പം ഞങ്ങൾ ഏറ്റവും മേലെ കയറി ആ ചൂടത്ത് ഞങ്ങൾ അവിടെ കയറിയിരുന്ന് അവിടെ ഇരുന്ന് വായിച്ച് ഞങ്ങൾ രണ്ടുപേരും വായിക്കും, ഉറങ്ങും, വെള്ളം കുടിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിപ്പോയി ട്രെയിനിൽ പോയി ആ ചൂടിൽ പോയി ഡൽഹിയിൽ ഇറങ്ങി. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കയറി ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വലിയ പോസിറ്റിവിറ്റി ഒന്നും തോന്നിയില്ലെങ്കിലും എന്നെ തള്ളുവോ എന്നുള്ള രീതിയിലൊരു എന്നെ നിരസിക്കില്ലായിരിക്കും അല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലൊക്കെ തോന്നി. എന്നാലും ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ. ജൂൺ മാസത്തിൽ റിസൾട്ട് വന്നു. അതൊരു ശരിക്കും ഒരു ടെൻഷനുള്ള ഇത്. രാവിലെ പത്രം എടുത്ത് നോക്കിയിട്ടാണ് നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞത്. വീട്ടിലെൻ്റെ ചിറ്റപ്പനാണ്, അച്ഛൻ്റെ അനിയനാണ് പോയി ആദ്യം വെളുപ്പിന് പോയി. ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലായിരുന്നു. കാരണം റേഡിയോയിൽ തലേ ദിവസം രാത്രി ആകുമ്പോഴേക്കും ആദ്യത്തെ റാങ്കുകാരുടെ പേരൊക്കെ അതിനകത്ത് വരും. അതിലൊന്നും നമ്മളുടെ പേരില്ല. ശരി, അപ്പോൾ അടുത്ത 10 റാങ്കിൽ അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും ഒരു ഉറക്കമില്ലാത്തൊരു രാത്രി അന്ന് കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ പത്രം വന്ന പാടെ വാങ്ങിക്കൊണ്ടുവന്ന പത്രത്തിൽ പേര് കണ്ടു. ശരി, അങ്ങനെ ഒരു വലിയ ഒരു യാത്ര അവിടെ അവസാനിച്ചു. എന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ്ങിന് മസൂറിയിൽ പോയി. സിവിൽ സർവീസ് അഭിമുഖത്തിന് പങ്കെടുത്തപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പൊതുവേ പറയാറുണ്ട് അതൊരു വലിയ ടഫ് സിറ്റുവേഷൻ ആണ് എന്നുള്ളത്. ഈ പറഞ്ഞ കോൺഫിഡൻസ് അവിടെ വലിയ സഹായമായിട്ടുണ്ടാവും. കോൺഫിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധാരാളം ചോദ്യങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാന്നുള്ള ആൻസർ പറയേണ്ടി വന്നു എന്നാണ്. എല്ലാ ചോദ്യങ്ങളുടെയും എങ്ങനെ ചോദിച്ചു എന്നുള്ളതിന്
പക്ഷെ കോൺഫിഡൻസ് വിട്ടില്ല, പതറിയില്ല, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഒരു ബ്രൈറ്റ്, എല്ലാത്തിലും ഒരു ഗുഡ് എന്ന് കിട്ടുന്ന രീതിയിലുള്ള പ്രതികരണമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ധൈര്യം കൈവിടാതെ നിൽക്കാൻ പറ്റി. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും എനിക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത്. തീരുമാനങ്ങളിൽ വ്യക്തത, ഫയൽ നടപടികളിൽ വേഗത, പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപെടൽ, യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെയുള്ള തീരുമാനം. ഇതാണ് നളിനി നെറ്റോ എന്ന IAS ഓഫീസറുടെ പ്രത്യേകതയായി എപ്പോഴും പറഞ്ഞു കണ്ടിട്ടുള്ളത്. ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നോ, അതോ സർവീസിലേക്ക് എത്തിയപ്പം രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്വഭാവമാണ്? ഈ പറഞ്ഞ ഈ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഈ ക്വാളിറ്റീസ് എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇൻ വേരിയിങ് മെഷേഴ്സ് ഉണ്ടെന്നാണ്. കാണാതെ ഈ ജോലി ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കിതിൽ അങ്ങനെ വലിയ കൂടുതലായിട്ട് ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ വേണം, ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ഈ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പോൺസീവ് ആയിരിക്കണം, പിന്നെ അലർട്ടായിരിക്കണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതൊക്കെ ഈ ജോലിയുടെ ജോലിക്ക് വേണ്ട. ഒരു പ്രോബ്ലം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ജോലിയുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മിത്തുണ്ട്. കാരണം ഒരു എൻട്രി ഓഫ് DC ഇപ്പോൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ. ഒരു ഓഫീസർ നടന്നു വരുന്നു, അതൊരു വലിയ കാറിനകത്ത് ഒരാൾ തുറന്നു കൊടുക്കുന്നു, വേറെ ആൾക്കാരെല്ലാം കൂടി അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇത് എക്സ്റ്റേണാലിറ്റി, വെറുതെ പുറത്ത് കാണുന്ന ഒരു മിഥ്യാലോകമാണിത്. ആക്ച്വലി ജോലിയുടെ കണ്ടന്റും ജോലി നല്ലപോലെ ചെയ്യണം എന്നുള്ളതിനും ഹാർഡ് വർക്ക്, കഠിനാധ്വാനം അല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനത്തെ ഈ ക്വാളിറ്റീസ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമെടുക്കുക, സമ്മർദ്ദം വഴങ്ങാതെ തീരുമാനിക്കുക, ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുക, ഈ കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ഒരു ട്രെയ്റ്റിൽ നിന്നും വരുന്നതാണ്. അതായത് എംപതി ഫോർ ദ അതർ പേഴ്സൺ അല്ലേ. വരുന്നവരെ അവർക്കും ഒരു പ്രശ്നം കാണുമെന്ന് അവരുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ് പ്രശ്നമെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം ചെറുപ്പത്തിലേ നമ്മൾ പഠനത്തിന്റെ കൂടെ വരുന്ന ചില ക്വാളിറ്റീസിന്റെ മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് അല്ല. ഒരു ഓഫീസർ ഈസ് ക്രിയേറ്റഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈമാണ്. പെട്ടെന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഏത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വരികയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടത്, ഇങ്ങനത്തെ ധാരാളം ക്വാളിറ്റീസുമായിട്ട് നമ്മൾ വളർന്നു വന്നാലേ നല്ലൊരു ഓഫീസറായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ ഉള്ള ക്വാളിറ്റീസ് ആയിരിക്കണം, പക്ഷെ അതെല്ലാം പോളിഷ് ചെയ്ത് ട്രെയിനിങ് കൊണ്ട് അതിനെ മിനുക്കിയെടുത്ത് നമ്മളുടെ പരിചയം കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, ഗതാഗത സെക്രട്ടറി, ടൂറിസം ഡയറക്ടർ, കലക്ടർ, IAS ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളിയേറിയ പോസ്റ്റും അതേപോലെ തന്നെ ഏറ്റവും സന്തോഷം നൽകിയ പോസ്റ്റും ഏതായിരുന്നു? മിക്കവാറും എല്ലാ പോസ്റ്റുകളും പറഞ്ഞു. ഇനിയും കുറേ പോസ്റ്റുകളൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെല്ലുവിളി ഇല്ലാത്തൊരു പോസ്റ്റ് ഇല്ല. വെല്ലുവിളി ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ വെല്ലുവിളി ഇല്ലാത്തൊരു കസേരയാണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരെ, അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. പക്ഷെ ചില പോസ്റ്റുകളിൽ കൂടുതൽ വെല്ലുവിളി ഉണ്ടാവും. അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും തോന്നുന്നത്. എനിക്കിപ്പോൾ ഇതിനകത്ത് ഇത്രയും പോസ്റ്റുകൾ പറഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം വർക്ക് ചെയ്തത് ചീഫ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടാണ്. പിന്നീട് കളക്ടറായിട്ട് ഞാൻ 3 കൊല്ലം വർക്ക് ചെയ്തു തിരുവനന്തപുരത്ത്. വെല്ലുവിളി, ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് കളക്ടറുടെ പോസ്റ്റ് തന്നെയാണ്. ഒരുപക്ഷെ ഒരു IAS ഓഫീസർ ഏറ്റവും അധികം സന്തോഷമായിട്ട് വർക്ക് ചെയ്യുന്നതും ആ പോസ്റ്റ് തന്നെയായിരിക്കും. അതൊരിക്കലും നമുക്കില്ലെന്ന് പറഞ്ഞാൽ ഇത്രയധികം ജനസമ്പർക്കം ഉള്ള ഒരു ജോലി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. പല തരമാണ്. അതായത് നമ്മൾ സന്തോഷമുള്ള ഒരു ഭാഗത്തു നിന്ന് പോകുന്നു, വളരെ ദുഃഖമുള്ള ഒരു സ്ഥലത്തെത്തുന്നു, ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലത്തെത്തുന്നു, നല്ല കാര്യങ്ങൾ വേറെ കേൾക്കുന്നു, പ്രയാസമുള്ളത് കേൾക്കുന്നു. അങ്ങനെ എല്ലായിടത്തും നമ്മളുടെ ശ്രദ്ധ പതിയേണ്ട ഒരു ജോലിയാണ് കളക്ടറുടെ എന്ന് പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന സമയം സാക്ഷരതയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ചാർജ് എടുക്കുന്നതിന് 2 ദിവസം മുമ്പൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു സാക്ഷര ദീപം കൊളുത്തി എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് അങ്ങനെ. അപ്പോൾ സാക്ഷരതയുടെ കാര്യം കൊണ്ട് തന്നെ ധാരാളം ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിച്ച ഒരു കാലയളവായിരുന്നു.
പക്ഷെ ചാർജ് എടുത്ത് ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഗൾഫ് വാർ തുടങ്ങി. ജൂലൈ 1990 ആ കുവൈറ്റിനെ ആക്രമിച്ച ആ ഒരു കേസാണ് അതിൽ തിരുവനന്തപുരത്ത് അന്ന് എനിക്കൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കേസായിരുന്നു അത് ട്രിവാൻഡ്രത്തിൻ്റെ. കാരണം കേരളത്തിൽ ഇൻ്റർനാഷണലായിട്ട് എയർപോർട്ടായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മേജർ ഹബ്ബ് ട്രിവാൻഡ്രം എയർപോർട്ടാണ്. അന്ന് കൊച്ചിൻ നെടുമ്പാശ്ശേരി ഒന്നും ഇല്ല 1990. അപ്പോൾ ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിത്തം മതിയാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു തുടങ്ങി. ജോലി കളഞ്ഞിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ എയർപോർട്ടിൽ തന്നെ ഒരു കോർഡിനേഷൻ സെല്ലൊക്കെ ഗവൺമെൻറ് ഫോം ചെയ്തു. കളക്ടർക്ക് അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ തന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ ആൾക്കാർ ധാരാളം വരികയല്ലേ, ഇവർ കൊല്ലം, പത്തനംതിട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ പിറ്റേ ദിവസം തൊട്ടിങ്ങനെ അഡ്മിഷന് വേണ്ടി, സ്കൂളിൽ അഡ്മിഷന് വേണ്ടി അമ്മമാർ വീണ്ടും വന്നു തുടങ്ങി. അങ്ങനെ ഒരു അമ്മ എന്നെ പിന്നെയും കോണ്ടാക്ട് ചെയ്ത് വർഷങ്ങളോളം ഞാനുമായിട്ട് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ആ ലേഡി പിന്നെയും എത്രയോ വർഷങ്ങളുമായിട്ട് ഞാനുമായിട്ടൊരു ബന്ധം പുലർത്തും. എന്നോട് അന്നും അപ്പം തന്നെ നന്ദി പറഞ്ഞ് വലിയ സന്തോഷമായിരുന്നു കിട്ടിയവർക്കൊക്കെ. പക്ഷെ ധാരാളം ആൾക്കാർ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണത്. അപ്പോൾ 1990 ജൂൺ അത് കുറേ നാളത്തേക്ക് ആ പ്രോബ്ലം നിന്നു. പിന്നെ ജില്ലാ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു പുതിയ എക്സ്പെരിമെൻറ്റ് ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമാകാൻ പറ്റിയപ്പോൾ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വന്നു. ജില്ലാ കൗൺസിൽ പ്രസിഡൻറ്റുമാരെ സെലക്ട് ചെയ്ത് ഇപ്പോൾ കളക്ടറും ജില്ലാ കൗൺസിൽ പ്രസിഡൻറ്റുമായിട്ടുള്ള ചെറിയ ചെറിയ അധികാര തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1991 മേയിൽ മേജറായിട്ടുള്ള 2 തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതായത് കേരള അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പും 4 വർഷം മാത്രമേ കാലാവധി പൂർത്തീകരിച്ചുള്ളൂ എങ്കിലും ആ വർഷം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. കാരണം ജില്ലാ കൗൺസിൽ ഇലക്ഷൻ്റെ വിജയം കണ്ടിട്ടാണോ എന്നറിയില്ല, അതേസമയം പാർലമെൻറ്റ് ഇലക്ഷൻ കൂടി ഡിക്ലെയർ ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് എത്രയോ ഇലക്ഷനുകൾ നടത്തി. പക്ഷേ മറക്കാനാവാത്ത ഒരു ഇലക്ഷൻ അതാണ്. അതിൻ്റെ കാരണം തീയതികളൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും. മെയ് 23 കേരളത്തിലെ ഇലക്ഷൻ. മെയ് 21, 1991 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. അതിൻ്റെ മെയ് 22 ഈ പോളിംഗ് സാമഗ്രികളെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ഞങ്ങളെല്ലാ ജില്ല മൊത്തം ഈ സാമഗ്രികളെല്ലാം കളക്ഷൻ സെൻറ്റേഴ്സിലോട്ട് കൊണ്ടെത്തിച്ച് അങ്ങനെ രാത്രി കിടക്കുന്ന ഒരു സമയത്താണ് ഈ മെസ്സേജ് വരുന്നത്. സത്യം പറഞ്ഞ ഒരു സ്റ്റണ്ടായിട്ട് ഇരുന്നു പോയ ഒരു ഫീലിംഗാണ് എനിക്ക് ഇന്നും ഉള്ളത്. പിന്നീട് ആ ഇലക്ഷൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസമാണ് നടത്തിയത്. ജൂൺ മാസത്തിലാണ് നടത്തിയത്. അന്ന് EVM അല്ല ഇലക്ഷനിൽ, ബാലറ്റ് പേപ്പറും ഇതുമാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സംഭവബഹുലമായിട്ടുള്ളൊരു ഇലക്ഷൻ പീരീഡ് ആയിരുന്നു അത്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കി എത്രയോ പ്രൊസീജിയേഴ്സ് അങ്ങനെ നടത്തി വന്നെങ്കിലും ഇലക്ഷൻസ് നടത്തിയെങ്കിലും ആ ഒരു ഇലക്ഷൻ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഇതാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 2 ലോകസഭാ തെരഞ്ഞെടുപ്പുകൾ, വിവാദം സൃഷ്ടിച്ച ഉപതെരഞ്ഞെടുപ്പുകൾ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന പദവിയിൽ 11 വർഷം യാതൊരുവിധ പരാതികളുമില്ലാതെ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തൊരു കാലഘട്ടം എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും കോണ്ടാക്ട്സിനും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം തന്നൊരു കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റി, നല്ല ഓഫീസർമാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഇലക്ഷൻ ഒബ്സർവറായിട്ട് കുറേ സ്ഥലത്തൊക്കെ പോകാൻ പറ്റി. പിന്നെ ഇലക്ഷൻ ഒബ്സർവറായിട്ട് നമ്മളുടെ സ്റ്റേറ്റിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ലൊരു ഉദ്യോഗസ്ഥ ശൃംഖലയുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് അപ്പോൾ കിട്ടി. അപ്പോൾ അത് എനിക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ആ ഒരു കാലയളവ് കൊണ്ട് എനിക്ക് തിരിച്ചു നേടാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ എനിക്കും ഒരു ജോലിയിലേക്കുള്ളൊരു 2ാം വരവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2-3 വർഷം അവധി കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവ് എടുത്ത് തിരിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു. അതെനിക്ക് ദൈവത്തിനോടുള്ളൊരു നന്ദി പോലെയായിരുന്നു, നന്ദി പ്രകാശനം പോലെയായിരുന്നു ശരിക്കും തിരിച്ച് ജോലിയിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും നമ്മൾ പഠിച്ച് അതിൽ നിന്നും മുന്നേറി പോകുന്നതാണ്. അപ്പോൾ ആ പോസ്റ്റിൽ സാധാരണഗതിയിൽ വലിയ പബ്ലിസിറ്റി ഒന്നും അല്ലാത്ത കാലത്തില്ല, ഇലക്ഷൻ്റെ സമയത്ത് മാത്രമല്ലേ നമ്മൾ അറിയപ്പെടുള്ളൂ. അപ്പോൾ വലിയ സോർട്ട് ആഫ്റ്റർ പോസ്റ്റ് ഒന്നും അല്ല, ആൾക്കാർക്ക് വലിയ ഇതൊന്നും അങ്ങനെ തോന്നാറില്ല. പക്ഷെ നമുക്ക് ധാരാളം പഠിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് ഇലക്ഷൻ്റെ കണക്കുകളൊക്കെ വെച്ച് തന്നെ എവിടെയൊക്കെ ഇലക്ടറൽ റോളിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിക്കാനും അതിനുള്ള പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഒക്കെ അന്ന് ഡിവൈസ് ചെയ്യാനൊക്കെ പറ്റി.
അതുകൊണ്ടൊക്കെ തന്നെ നല്ല സംശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളാണ് നമ്മളുടെ നല്ല ഇലക്ഷൻ നടത്തുന്നതിൻ്റെ ഒരു ബേസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രൽ റോള് തന്നെ നല്ല രീതിയിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇലക്ഷൻ നടത്തുമ്പോൾ വന്ന സക്സസ്സിനുള്ളൊരു കാര്യം. എന്തെല്ലാം സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചോ അതൊക്കെ അതിലെനിക്ക് നേടിയെടുക്കാൻ പറ്റി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു അത്. ഭരണരംഗത്ത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരുമ്പം എങ്ങനെയാണ് നേരിടുന്നത്? രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറയുമ്പോഴാണല്ലോ. അതാണല്ലോ ഈ സമ്മർദ്ദത്തിൻ്റെ അർത്ഥം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അനീതി ചെയ്യുകയോ നടപ്പിലാക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ആരും ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ഒരു IAS ഓഫീസറുടെ കേസിൽ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അതായത് ഈ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല. ആ പോസ്റ്റിൽ നിന്ന് ചിലപ്പോൾ മാറ്റുമായിരിക്കും. പിന്നെ ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റം വേറെ വരാം, പലതരത്തിലുള്ള ഹാരസ്മെന്റ് വരാം. പക്ഷെ അങ്ങനെ നിരന്തരമായിട്ട് സമ്മർദ്ദങ്ങൾ ഒരേ സോഴ്സിൽ നിന്ന് വരിക, ഒരേ കാര്യം ചെയ്യാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക, നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വഴി മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, നമ്മൾ പറയാനുള്ളത് പറഞ്ഞിട്ട് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എത്രമാത്രം യുദ്ധം ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട്, അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ന്യായമായിട്ടുള്ളത് ചെയ്യാം എന്നുള്ളത്. നീതിയുക്തമല്ലാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം സ്വയം നമ്മൾ ചെയ്ത ആക്ഷന് എവിടെ ചെന്നാലും സ്വയം ന്യായീകരിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം. ഇതില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉപദേശം. അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചു വിടുന്നതും. കാരണം വാട്ട് എവർ യു ഡു യു ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ. അപ്പോൾ നമ്മളൊരു നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ സിസ്റ്റം ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇന്നത് വേണം, ശരി, നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഇത് എല്ലാവർക്കും ഈ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്തും ചില നിയമങ്ങൾക്കകത്തും നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് അന്യായമായ, സത്യസന്ധമല്ലാത്ത, ന്യായീകരിക്കാനാവാത്ത കാര്യങ്ങളാണ്. ഇത് ഒരു കാരണവശാലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കിട്ടും. ആരെങ്കിലും ഒരാൾ ചോദിക്കില്ലേ ഇതെവിടെയാണ്, ഇതിനെപ്പറ്റി പരാതി ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വരാം. പിന്നെ ചിലപ്പോൾ ചോദിക്കാൻ പറയാത്ത ആളിനോടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, പ്രകൃതിയോടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നമുക്കിപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് ഡെവലപ്മെൻ്റ് ഉണ്ട്, അതിനകത്തുള്ള ഈ എൻവയൺമെൻ്റൽ ലോസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് കുറേ കാര്യം ഇങ്ങനെ പ്രകൃതി തിരിച്ചടിക്കുന്നില്ലേ. അപ്പോൾ ഈ ന്യായം അന്യായം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കേസിലെ കാര്യങ്ങളാവാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയാവാം, ചിലപ്പോൾ ഒരു വലിയൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് ന്യായമല്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കേണ്ട സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ന്യായമല്ലാത്തത് ചെയ്യരുതെന്നുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം നടന്ന സമയത്ത് താങ്കളെടുത്ത ഭരണപരമായ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സമയത്ത്. അത് ഇതുപോലെ ഒരു പെരുമണ്ണ ലെവലിൽ ഒരു ട്രാജഡി ആയിരുന്നു. അത്രയും 100-ൽ പരം ആൾക്കാർ മരിച്ചുപോയ ഒരു സംഭവമാണ്. ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരു പ്രൊട്ടക്ടർ എന്ന രീതിയിലാണല്ലോ ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ന്യായമായിട്ടുള്ളതൊക്കെ അന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു നിലപാടെന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാന്ന് എനിക്ക് തോന്നുന്നു. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് സിസ്റ്റത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന അഭിപ്രായം സ്വന്തം അനുഭവത്തിൽ എങ്ങനെയാണ്?